നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പത്തിരം ദ്വീപ്. പത്തിരം ദ്വീപ് നിവാസികൾക്ക് ചരിത്രം പറയാൻ ഏറെയുണ്ട്. നരണിപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നും മാറഞ്ചേരി താമരശ്ശേരിയിൽ നിന്നും ചേലക്കടവത്തു നിന്നും താഴത്തേൽപ്പടി കുമ്മിപ്പാലത്തിന് സമീപത്തു നിന്നും നോക്കിയാൽ പത്തിരം ദ്വീപ് കാണാം. നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പത്തിരം ദ്വീപ്. വർഷങ്ങൾക്ക് മുൻപ് കർഷകരായ പൂർവികർ പുതു തലമുറയ്ക്കായി കരുതി വെച്ചത് പ്രകൃതിയുടെ വരദാനമായിരുന്നു. കഠിന പ്രയത്നം കൊണ്ട് പുതുതലമുറ നേടിയതാകട്ടെ ജീവിത വിജയത്തിൻ്റെ നാൾ വഴികളും. അന്നത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു. ചുറ്റും വെള്ളത്തെ ചുറ്റപ്പെട്ട ദ്വീപ്. ആൾ താമസിക്കാത്തൊരു ഒഴിഞ്ഞ സ്ഥലം. 2 വീട് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ എനിക്ക് ഓർമ്മ 5 വീടുള്ളത്. ആദ്യം ഈ ദ്വീപ് നല്ല ഹൈറ്റുള്ള ദ്വീപായിരുന്നു. പിന്നെ അന്ന് ഒന്നും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു നല്ല മഴ നന്നായിട്ട് പെയ്താൽ പറമ്പിലൊക്കെ വെള്ളം കയറി. അത് കാരണം എന്താ വെച്ചാൽ ഈ മണ്ണൊലിച്ചു പോയിട്ടാണ്. പറമ്പിലുള്ള മണ്ണ് മൊത്തം ഒലിച്ചു പോയിട്ടാണ് ഭൂമി താഴ്ന്നത്. അന്നൊക്കെ ഇപ്പോൾ പുറമേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സമയം അടിച്ച് എങ്ങനെ നീന്തിട്ട് പോരും? നീന്തിൽ പോകണം. അല്ലെങ്കിൽ മഞ്ച് വേണം. ഞങ്ങളുടെ കാലത്തൊക്കെ ഇറങ്ങി പോയിരുന്നു. പിന്നെ മനക്കന്ന് മഞ്ച് തന്നിരുന്നു. ആ മഞ്ച് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയിരുന്നത്. പണിക്ക് പോകാനൊക്കെ പഞ്ചിനെ ആശ്രയിച്ചിരുന്നല്ലോ. കടയിൽ പോകുന്നതൊക്കെ മഞ്ചിനെ ആശ്രയിക്കുന്നു. അല്ലാണ്ട് ഒരെണ്ണമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മഞ്ച് വേണം. ഏതൊക്കെ തരത്തിലുള്ള പക്ഷികൾ അവിടെ വന്ന് കൂടാറ്? ഇവിടെ കൊക്ക്, എരണ്ട, പിന്നെ തന്നെ ചേരക്കൊക്കുണ്ട്. അത് പിന്നെ കുറേ നമ്മൾ പേരറിയാത്ത വളരെ പക്ഷികളുണ്ടാവും. ഒരു 10-12 തരം പക്ഷികൾ നമുക്ക് കാണാം. അത് ഏതാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ ഞാറ, ഇപ്പോൾ ചേരക്കൊക്ക്, പിന്നെ എരണ്ട, പിന്നെ ഏതാണ് അങ്ങനെയുള്ള കുറേ പക്ഷികളുണ്ട് നമ്മൾ അറിയുന്നത്. ഏതൊന്നും വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ കാണാത്ത പക്ഷികൾ പലതും കാണാം. അപൂർവമായിട്ടൊക്കെ ചില പക്ഷികൾ ഈ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേക തരം വലിയ ചിറകുള്ള തരം പക്ഷിയുണ്ടായിരുന്നു. ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമ്പലത്തിന്റെ ഉള്ളിൽ കൃത്യമായിട്ടും കണ്ണീര് പോലത്തെ കുടിവെള്ളമാണെന്നും പുറത്ത് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് ശരിയാ. അമ്പലത്തിലെ വെള്ളം കുഴപ്പമില്ല, നല്ല വെള്ളമാണ്. അതിൽ പുറത്തുള്ള വെള്ളമൊക്കെ വളരെ മോശം വെള്ളം. ഭയങ്കര കട്ടിയാണ് ഒരു വെള്ളം.